നമ്മൾ ഇന്ന് കാണുന്ന തൃശ്ശൂരിന്റെ രൂപമാവില്ല ഒരു BJP ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ ഭരണം ആ ഒരു നല്ല രീതിയിലുള്ള RSSന്റെ ഇടപെടലുകളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഹിന്ദുത്വ അജണ്ടകളും നല്ല രീതിയിൽ കയറി വരാൻ ചാൻസ് കൂടുതലുള്ളതാണ്. സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ എല്ലാവരും ഒന്ന് കുറച്ച് നേരം ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു മണ്ണില് ഇതുപോലെ ഇരിക്കാനായിട്ട് ജമ്മത്ത് പിന്നെ കഴിയില്ല. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഒരു RSSന്റെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു RSSന്റെ ശാഖര അങ്ങനെ എന്തോ ഗംഭീര ഒരു പരിപാടിയായി പോകും. അത് ഇപ്പോഴും അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 19-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടിലാണ്. ആളൊരു രാജാവായിട്ടും ബാക്കിയുള്ളവരെല്ലാവരും പ്രജകളായിട്ടാണ് നടക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ആള് ജയിച്ചിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥയും പരമാവധി നമ്മൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക. ഈ ഒരു ആളൊക്കെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവില്ല. ഏറ്റവും കൂടുതൽ സവർണ ചിന്തയുള്ളൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി. സവർണ ചിന്തയുള്ളത് കൊണ്ടാണ് ആള് പറയുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനായിട്ട് വേണം എനിക്ക് അയ്യപ്പനെ കെട്ടിപ്പിടിക്കാനായിട്ട്. ബ്രാഹ്മണൻ ആയതുകൊണ്ടല്ല, ബ്രഹ്മം അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അതൊരു ജാതിയല്ല. എല്ലാവിധത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ശരി അതിലൊരു ഇതുണ്ട്. ഇത് ആള് പറയുന്നത് ജാതി, പണ്ടത്തെ കാലത്ത് ഒരു ജാതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ആള് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ആളവിടെ ഈ റൗണ്ട് ചുറ്റും വലം വയ്ക്കുന്നത്. ഭയങ്കര ഭീകരമായ അവസ്ഥയിലേക്ക് മാറും നമ്മൾ BJP ജയിക്കുകയാണെങ്കിൽ.